ഈ ഫോട്ടോ കണ്ടില്ലേ? അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോളിട്ടാ, വലിയ അപകടം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതുപോലത്തെ നാറികൾ, ചെറ്റകൾ അങ്ങനെ തന്നെ പറയണം. ഒരു ജീവിതമാണ് പൊലിഞ്ഞു പോയത്. ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ഇനിയൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ അഭിപ്രായത്തിൽ സെൻറ്ററിലൊരു മരം വേണം, ഫ്രണ്ടിൽ സ്ത്രീകളും ബാക്കിൽ പുരുഷന്മാരും. ഇനി ഇതുപോലെ ആരെയും വീഡിയോ മൊബൈലും തൂക്കി വരുമ്പോൾ എന്ത് ചെയ്യുക അറിയോ? ബസ്സിലുള്ള ജീവനക്കാരും അതിലുള്ള ആളുകളും ഇടപെട്ടിട്ട് തീരുമാനം അവിടുന്ന് തന്നെ ഉണ്ടാക്കുക. ഉള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതിലൊന്നും വിടാതെ അയക്കാതെ അവിടുന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ആരും ഇതും തൂക്കി പിടിച്ചാണ് പിന്നെ വരൂല. ആദ്യം തന്നെ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ വ്യാജപ്രചരണം നടത്തിയപ്പോൾ അന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊടുത്ത് എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മനുഷ്യൻ്റെ ജീവിതം പൊലിഞ്ഞു പോകില്ല. ഇന്ന് ഇപ്പോൾ എന്തുണ്ടായി? ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ആ കുടുംബത്തിലെ മക്കൾക്ക് അച്ഛനില്ലാതായി, അവർ അനാഥരായി. വേറെ ആർക്കൊന്നും പോയിട്ടില്ല. നമ്മളെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ടേ മേപ്പെട്ട് നോക്കുള്ളൂ. അന്നേ ആ ഫസ്റ്റ് വീഡിയോ പ്രചരിച്ച സ്ത്രീക്കെതിരെ അന്നേ നിയമ നടപടി എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ജീവൻ പൊലിഞ്ഞു പോയില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടല്ലേ മേപ്പെട്ട് നോക്കിയത്. ഇനിയെങ്കിലും പറയാനുള്ളത് എല്ലാം കഴിഞ്ഞിട്ടല്ല, എല്ലാം കഴിയുന്നതിന് മുന്നേ നിയമ നടപടി എടുക്കണം. അതാ പറയാനുള്ളത്. ഓക്കെ.